അയ്യോ പണ്ടാറടങ്ങാൻ, ഇത് ചീഞ്ഞാന്ന് തോന്നുന്നു. ഈ മീൻ മേടിക്കുമ്പോ നല്ലതാണോ ചീഞ്ഞതാണോ എന്നറിയാൻ എന്താ ഒരു മാർഗം? അയ്യോ, ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ മുമ്പിൽ കിടന്ന് വിളിക്കായിരുന്നു, ആര് കേൾക്കാൻ. അതെ, സുജയില്ലാത്തപ്പോ നിന്റെ ഇങ്ങോട്ടുള്ള വരവ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലേ? സുജ ഉള്ളപ്പോ വരുന്നതേ എനിക്കും ഇഷ്ടല്ല. ശരി, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? പറയട്ടെ. കൊഞ്ചിയാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയടി. അതെ, ഈ ബ്ലൗസിന്റെ കക്ഷ ഒന്ന് അടിച്ചു തരാമോ? ഒന്ന് തയ്ച്ചു ചേട്ടാ. അതെ, ഞാൻ ഈ ഓസിനുള്ള തുന്നൽ പണി നിർത്തി. അല്ലാതെ തന്നെ ഇവിടെ പിടിപ്പത് പണിയാ. നീ കക്ഷം തയ്ക്കാൻ വേറെ ആളെ നോക്ക്. ചേട്ടാ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടി. ശരി, കൊണ്ടുവാ. ആ, ഇതിലല്ല, അപ്പുറത്തെ കൂടെ വാ. പോ പോ പോ, ഇവളെന്റെ കുളി തെറ്റിക്കും. പൊന്നോ, ഇതിലും ഭേദാ മീനായിരുന്നു. നിനക്ക് വല്ലപ്പോഴും അലക്കി കൂട്ടിയത്. ഓ പിന്നെ, അലക്കാനിട്ട് ഇങ്ങനെ. അപ്പൊ അലക്കിയിരുന്നെങ്കിലോ? ഇപ്പോഴത്തെ തുണിക്കൊന്നും അലയിൽ ഒരു ഈടും ഇല്ല ഏട്ടാ. ഒന്ന് വെയിലത്തിട്ടാ മതി. നിന്റെ കെട്ടിയോൻ ചന്ദ്രൻ വിളിക്കാറില്ലേ ദുബായിന്ന്? ഓ ഉവ്വ ഉവ്വ. അത് പറയുമ്പോ നിനക്ക് എന്താടി ഒരു ഉത്സാഹക്കുറവ്? അതെ, ഔട്ട് ഗോയിങ് മാത്രമേ ഉള്ളൂ ചേട്ടാ, ഫോണിലൂടെ. ഓ ഓ, ഓക്കെ. ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്, പോ. അതെ, എന്റെ ഒരു സാരിയുടെ മാച്ചിങ് ബ്ലൗസിന്റെ തുന്നൽ വിട്ടുപോയി. ദേ ഈ ഭാഗത്തായിട്ട് കൊണ്ടുവരട്ടെ. മുറിച്ച് കാട്ടിക്കളയും ഞാൻ. കൊണ്ടുപോടി വിടുന്നു. ആ, അമ്മ പറഞ്ഞു. നിന്റെ അമ്മയുടെ നായര് പൊടി വിടുന്നു. അയ്യോ അതല്ല. പിന്നെന്താ? ഇത്തവണത്തെ കുറി അമ്മ വിളിക്കൂന്ന് പറഞ്ഞു. ഓ, കുടുംബശ്രീയുടെ കുറിയല്ലേ? ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഞാനില്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ ശാരദയിടത്തോട് അത് എടുത്തോളാം പറ. സമയത്രടാ? സമയം എന്തിനാടാ സമയം നോക്കണേ? ദേണ്ട 12:30 വണ്ടി വരെയല്ലേ? എന്ത്? നീ ഇങ്ങോട്ട് വാ. നമുക്കേ ആ ശ്രീകുമാരനെ ഒന്ന് ആക്കി വിട്ടാല. അയ്യോ പാവം, വിട്ടുകളടാ. നീ ഉമ്മാരിടാ. ഡേ ശ്രീകുമാരേ, ഒന്ന് നിന്നേ. ഒന്ന് നിക്കോ ശ്രീകുമാരി. എന്താ? അതേ, ഇത്തവണ വായനശാലയുടെ വാർഷികത്തിനേ വീട്ടമ്മമാരുടെ കൂട്ടയോട്ട മത്സരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പേര് കൊടുക്കട്ടെ? പിന്നെന്താ, നല്ല കാര്യല്ലേ. ഇവനൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കുന്നത്? നോക്കണം. അല്ല രമേശ, ഒരു സംശയം. എന്നെ ഉൾപ്പെടുത്താൻ ഇവിടുത്തെ വീട്ടമ്മമാരെ സമ്മതിക്കോന്നാ? അല്ലെങ്കിൽ തന്നെ കുടുംബശ്രീ നടത്തുന്ന എല്ലാ മത്സരങ്ങൾക്കും ശ്രീകുമാരിക്ക് തന്നെയല്ലേ ഫസ്റ്റ് പ്രൈസ്? എങ്കിൽ പിന്നെ ഉഷാറാവും. ഉമ്മോനെ റൗക്കിടം കൊടുപ്പിക്കുന്നതാ. ഇത്ര ഉഷാറാവും ഞാൻ വിചാരിച്ചില്ല. വാർഷികം നമുക്ക് കലക്കണ്ടേ? കലക്കണം. വേദനിച്ചാടെ. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടേ ആ കൗണ്ടറിൽ പേ ചെയ്താൽ മതി. ഓ ശരി. എന്താ സുജയ്, ശ്രീകുമാർ എത്തിയില്ലേ? നിങ്ങൾ കഴിച്ചോ? ശ്രീയേട്ടൻ വന്നോളൂ. ശ്രീകുമാറിന്റെ ഉണക്കച്ചെമ്മീൻ ചമ്മതി ഇല്ലാതെ എന്തൂണ് വരുവെന്നുറപ്പുണ്ട. ഞാൻ വെയിറ്റ് ചെയ്യും. സുജയ്, ശ്രീകുമാറിനെ കാണുന്നില്ലല്ലോ. നിങ്ങൾ കഴിച്ചോ? എന്തായാലും സുജ ഭാഗ്യവതിയാ. ശ്രീകുമാർ എന്ത് വെച്ചാലും നല്ല രുചിയല്ലേ. വീട്ടുജോലി എടുക്കുന്ന ഭർത്താവിനെ കിട്ടാനും യോഗം ചെയ്യണം. എന്റെ വീട്ടിലും ഉണ്ടോ ഒരു നുള്ള പഞ്ചാര ഇട്ട് തന്നെ ചവർപ്പ് കാരണം വായി വെക്കാൻ പറ്റിയല്ലേ. ഞാൻ ശ്രീയേട്ടനെ ഒന്ന് നോക്കിട്ട് വരട്ടെ. അതെ, ഈ അടുക്കളപ്പണിക്ക് ആളെ വെക്കുമ്പോ നോക്കിയും കണ്ടും വെച്ചില്ലെങ്കിൽ ശ്രീകുമാർ സുജയെ അടിച്ചോണ്ട് പോയ പോലെ വീട്ടിലെ പെമ്പിള്ളേരെ അടിച്ചോണ്ട് പാചകക്കാരങ്ങ് പോകും. വെറുതെ അറിയാത്ത കാര്യം പറയില്ലേ മാധവ. സത്യം നീ പച്ച സത്യം. എന്താ ശ്രീയേട്ടൻ ഇത്ര ലേറ്റ് ആയത്? സോറി, കുറച്ച് ലേറ്റ് ആയി. ചെമ്മീൻ ചമ്മന്തി ഇല്ലാതെ ചോറിറങ്ങില്ല എന്ന് പറഞ്ഞ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. ആണോ? പിടിച്ചോ. സോറി, കുറച്ച് വൈകി പോയി. വേറൊന്നും അല്ലട്ടോ, ശാന്തമ്മയുടെ തീയിലെടുക്കാൻ മറന്നതാ. എന്നിട്ട് രണ്ടാമത് തിരിച്ച് ചവിട്ടേണ്ടി വന്നു. കൂട്ടി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. എടി നീ ഇരിക്കേ,
ഏയ്, ഇരിക്കടി. ശ്രീയേട്ടനും ഇരിക്കേ, എല്ലാവരും ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളൂ. ഏയ്, ഇതൊക്കെ ഉണ്ടാക്കുന്നതിലല്ലടി, ഈ വിളമ്പുമ്പോൾ ഒരു സന്തോഷമില്ലേ. ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ കൂട്ടാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ മാധവ. അത് അറബിയിലെ ഇതിനെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അത് പഠിച്ചെടുക്കാൻ ലോകത്തൊരു സ്കൂളില്ല. ഓഹോ. ഈ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ശ്രീകുമാർ ഇപ്പൊ കവിത എഴുതാറില്ലേ? ഉവ്വല്ലോ, ഇത്തവണ 1-2 ഞങ്ങൾ സാഹിത്യ അക്കാദമിയിലേക്ക് അയച്ചിട്ടുണ്ട്. എടി 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 എന്നെ കളിയാക്കാനല്ലാതെ നിനക്ക് വേറെ എന്തറിയാം? അതെ, ഈ ക്രിയാത്മകമായിട്ട് പാചകം ചെയ്യുന്ന എല്ലാരും തന്നെ ജന്മന കവികളായിരിക്കും. ഞാൻ എഴുതിയ കൂട്ടുകറിയിലെ മധുരം രമണി വായിച്ചിട്ടില്ലേ? അയ്യോ ഇല്ലല്ലോ. ഇല്ലേ? എരിശ്ശേരിയിൽ വിരിഞ്ഞ പ്രണയം എവിടെ? ശാന്തമ്മ പണ്ട് വായിക്കായിരുന്നല്ലോ. പ്രായമായില്ലേ ശ്രീകുമാർ? അതും ശരിയാ. എന്തായാലും നിങ്ങളുടെയൊക്കെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഞാനൊരു കവിത എഴുതും. പ്ലീസ്, ഒറ്റ വാകൂട്ടാ, പ്ലീസ് പ്ലീസ്. എന്താ ശ്രീയേട്ടാ, ഇന്ന് മീൻ വെച്ചില്ലേ? കരിഞ്ഞ മണം. അയ്യോ, എന്താ ശ്രീയേട്ടാ ഇത് കരിഞ്ഞ്? ഒച്ച വെക്കില്ലേ, സോറി. ഞാനിങ്ങനെ മീൻകറി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ കവിത എഴുതി അതിൽ ലയിച്ചു പോയത് കൊണ്ട് അടി കരിഞ്ഞ് പുക മുകളിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സോറി. അച്ഛന്റെ മോൾ ഇത് കഴിക്കൂട്ട. നീ ഒന്ന് കൊടുത്തു നോക്കി, അല്ലെങ്കിൽ പട്ടിണിയായി പോ. നീ കൊടുത്താ കഴിക്കും. കൊടുത്തു നോക്ക്. മോളെ, പുളി തിരുമിയതുണ്ട്, നല്ല രുചിയുള്ള അച്ഛന്റെ കവിതയുണ്ട്. കവിതയും കൂട്ടി ഉരുട്ടി മോക്ക് വായി വെച്ച് തരട്ടെ? എടി കോപ്പേ, എന്റെ കവിതയെ കുറിച്ച് പോലും പറഞ്ഞല്ലോ. പറയുന്നത് കേട്ടതൊന്നും കവിത നിങ്ങളുടെ അമ്മായിയപ്പന്റെ മോളാണ്. അതേടി, നിനക്കൊന്നും എന്നെ വലിയ വിലയില്ല. അതേ, എന്നെ ഇങ്ങനെ കളിയാക്കാന്നല്ലാതെ എന്റെ ഏതെങ്കിലും ഒരു കവിത നീ വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാ? ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്. ഇത് അതില്ല. ചങ്ങമ്പുഴ രമണം പിള്ളയ്ക്ക് പോലും അതായിരുന്നടി അവസ്ഥ. വെറും പച്ച പൈങ്കിളി അയച്ചു കൊടുത്ത മാ പ്രസിദ്ധീകരണത്തിൽ പോലും എടുക്കൂല. എടി, ഇന്ന് നിന്നെ ഹലോ, സുജയോ? ഉണ്ടല്ലോ. ആരാ? സുജേ, എന്താ ശ്രീയേട്ടാ? ഫോൺ. ആരാ ശ്രീയേട്ടാ? ആരാ? നിന്റെ ഒരുപാട് കിന്നിരിക്കാനൊന്നും നിൽക്കണ്ട. ഹലോ. ഞാനാടി ടോമി ഈപ്പൻ ദേവസി. അയ്യോ, ആരാ ഇത്? ടോമി ചായനോ? ഇത് എവിടുന്നാ? ഇവിടെ കാഞ്ഞിരപ്പള്ളിന്ന് തന്നെ ആന്നേ. ഒന്ന് പതുക്കെ പോടാ തെമ്മാടി. ഓ, ഏത് പെണ്ണിനോടാ ഈ ലാത്തി? ലീനെ. ആ എടി, എന്നാടി നീ നമ്മളെയൊക്കെ അങ്ങ് മറന്നായിരുന്നു? നിന്റെ ഈ നമ്പർ ഒന്ന് തപ്പിപ്പിടിക്കാൻ പെട്ട പാട്. ഉവ്വ്, നിനക്ക് വല്യമ്മച്ച വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാ കാണുന്നേ? ടോമി ചായോ എന്നോടാണോ? അല്ലായേ, ഈ ഫോണിൽ പറഞ്ഞതാന്നേ. എന്റെ ഈശോയെ, ഈ നാട്ടിലെ പെമ്പിള്ളേർക്ക് വേറെ പണിയില്ലായോ? ഇതെന്നാ പറ്റി? ആ നല്ല മുടി എന്നാത്തിനാ മുറിച്ചു കളഞ്ഞേ? മുടിയോ? ഈ ടോമി ചായന് ഇതെന്നാ പറ്റി? അത് ഇവിടെ പറഞ്ഞ കാടി. നമ്മുടെ പണിക്കരടത്ത എൽസി ഇല്ലായോ, അവരോട്. അപ്പൊ പഴയ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല അല്ലേ? എങ്ങനെ മാറാനാടി? ഞാൻ ഒന്നുമില്ലേലും ആ പഴയ കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായനല്ലായോ? വെറുതെ കുടുംബക്കാരെ പറയിപ്പിക്കാത്ത തെമ്മാടി. ഇപ്പോഴും തന്നെ മഞ്ഞും കുളിരും നനുത്ത ഓർമ്മകളും കോണിയാക്കും. അതൊക്കെ തന്നെയല്ലേ? ശരിക്കുന്നോ? ഓ, അവളും മിടിക്കായിട്ടിരിക്കുന്നു. ശരി, ഇടയ്ക്ക് വിളിക്കണേ. ഓ, കഴിക്കേ. എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? എത്ര നാള് കൂടിയിട്ടാ ടോമി ചായൻ വിളിക്കുന്നതെന്നറിയോ? ഏയ്, അവൻ നിന്നെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തന്നെയല്ലേ പിന്നെ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഓ, എന്റെ ശ്രീയേട്ടാ, വളരെ മോശമാണ് കേട്ടോ ഇത്.
കാലം എത്രയായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്? മോളുണ്ടായെന്ന് അറിഞ്ഞിട്ട് കൂടി എന്റെ വീട്ടുകാർ ആരെങ്കിലും ഒന്ന് വിളിക്കണ്ടോ? ആകെ ഞാൻ ജീവിച്ചിരിക്കണ്ടോ എന്നറിയാൻ വിളിക്കുന്ന ആളാ ടോമിച്ചായൻ. ടോമിച്ചായനോട് ഞാൻ വിളിക്കണ്ടെന്ന് പറയണോ? വേണ്ടടി, പറയണ്ട, വിളിച്ചോട്ടെ. അവളുടെ ഒരു ടോമിച്ചായൻ. ഇങ്ങനാണെങ്കിൽ ഇനി ടോമിച്ചായൻ വിളിക്കുമ്പോ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഫോൺ തരണ്ട, പോരെ? ഏത് നേരത്താണാവോ ടോമിച്ചായൻ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാൻ തോന്നിയത്? എന്നാ പിന്നെ അവനെ തന്നെ കെട്ടായിരുന്നില്ലേ? മതിയായിരുന്നു. എന്ത്? ഓ, മനസമാധാനം പോയെന്ന് പറഞ്ഞതാ. മോളെ, അച്ഛനോട് പോയി കുളിക്കാൻ പറ. ആ ചൂടൊന്ന് ആറട്ടെ. അച്ഛൻ ഒന്ന് പോയി കുളിക്കച്ചാ, തണുക്കട്ടെ. നിന്റെ അമ്മയുടെ അച്ഛൻ ഇറക്കിട്ടോ. നിന്റെ തള്ളയോട് പറയടി.